എഴുത്തുകാർ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുന്നണിയെ പരസ്യമായി സപ്പോർട്ട് ചെയ്ത് വരുന്ന ഒരു പക്ഷേ ആദ്യമായി ഇത്രയധികം എഴുത്തുകാർ വരുന്നത് അതിനോട് യോജിക്കുന്നുണ്ട്. രാഷ്ട്രീയ നിലപാടുണ്ടാവുക എന്നുള്ള മോശം കാര്യമല്ല, രാഷ്ട്രീയ നിലപാടില്ലാതിരിക്കുക എന്നതാണ് മോശം കാര്യം. ഇനി രാഷ്ട്രീയ നിലപാട് ഉള്ളിലുണ്ടായിട്ടും അത് പുറത്തു പറയാൻ പറ്റാത്ത നാണം കെട്ടൊരു നിലപാടാണ് എന്ന തിരിച്ചറിവ് കൂടി ഉണ്ടായതിൻ്റെ ഭാഗമായി നിശബ്ദത പാലിക്കുന്നതും മോശം നിലപാടാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ട് സാംസ്കാരിക രംഗത്തുള്ള എഴുത്തുകാരനായ ഒരാൾ പരസ്യമായിട്ട് നിലപാട് പ്രഖ്യാപിച്ചത് കവി സച്ചിദാനന്ദനാണ്. അത് നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. ശ്രീമതി KR മീര ഇവിടെ വന്നു, അവരിവിടെ വരികയും നിർഭയം നിലപാട് പറയുകയും ചെയ്തു. അതിൻ്റെ പേരിൽ അവരെത്ര ആക്രമിക്കപ്പെട്ടു. ഇവിടെയാണ് നാം കാണേണ്ടത്. KR മീര മുതൽ നിലമ്പൂർ ഐഷ വരെ വെടിയുണ്ടകളിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ചരിത്രമുള്ള മഹതിയായൊരു കലാകാരിയാണ് നിലമ്പൂർ ഐഷ. ഇവരെയെല്ലാം സ്ത്രീകളായതുകൊണ്ടുകൂടിയാവണം തെറി വിളിച്ച് അശ്ലീലം പറഞ്ഞ് ആക്ഷേപിച്ച് നിശബ്ദരാക്കാൻ നോക്കുകയാണ്. ആർക്കും ഒരു പ്രയാസവും തോന്നിയിട്ടില്ല. കൽപ്പറ്റ നാരായണ മഹർഷിക്ക് ഇഷ്ടപ്പെട്ടില്ല, PF മാത്യൂസിന് ഇഷ്ടപ്പെട്ടില്ല. അവർ ആഗ്രഹിക്കുന്നത് പോലെ ബാക്കിയുള്ളവർ പറയണമെന്നാണ് അവർ ചിന്തിക്കുന്നതെങ്കിൽ നമുക്ക് കഷ്ടം എന്നേ പറയാൻ പറ്റും. കൽപ്പറ്റ നാരായണ മഹർഷിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു നിലപാടുണ്ടാവും, നമുക്ക് യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യാം. മാത്യൂസിൻ്റെ ഒരു നിലപാടുണ്ടാവും, നമുക്ക് വിയോജിക്കുകയോ യോജിക്കുകയോ ചെയ്യാം. പക്ഷെ നമ്മൾ ജനാധിപത്യ സമൂഹത്തിൽ അത് മാനിക്കണം. ഞങ്ങൾ അദ്ദേഹത്തെ ഒരു വിമർശനം ഉന്നയിച്ചില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഓരോരുത്തർക്കും അവരവരുടെ അഭിപ്രായം ഉണ്ടെന്ന് ആദ്യം മനസ്സിലാക്കണം. എല്ലാവരും ഞങ്ങളെപ്പോലെ തന്നെ അവസരവാദികളും അല്ലെങ്കിൽ എന്താ പറയുക അരാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നവരും പുറത്ത് പറയാൻ പറ്റാത്ത രാഷ്ട്രീയം ഉള്ളിൽ കൊണ്ട് നടന്ന് അതിൻ്റെ വേദന അനുഭവിക്കുന്നവരും ആവണമെന്ന് വാശി പിടിക്കാനൊന്നും പറ്റില്ല. UDF സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോയിൽ ഒരു ചലച്ചിത്ര നടൻ പ്രത്യക്ഷപ്പെട്ടു. ഒരു അസ്വസ്ഥത ഞങ്ങൾക്ക് തോന്നിയില്ലല്ലോ. എന്നോട് ആളുകൾ ചോദിച്ചു, ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ നിലപാടാണ്. ജനാധിപത്യത്തിൽ നമ്മൾ ആ നിലപാടിനെ മാനിക്കണം, അതിലെ രാഷ്ട്രീയ ദുഷ്ടലാക്കി നമ്മൾ തുറന്നു കാണിക്കുകയും വേണം, അത്രയേ ഉള്ളൂ. അതിന് പക്ഷേ ഇവിടെ LDFനെ പിന്തുണച്ചു കഴിഞ്ഞാൽ അപ്പോൾ അധിക്ഷേപിക്കുക, അശ്ലീലം പറയുക, 90 അടുത്ത നിലമ്പൂർ ഐഷയെ അശ്ലീലം പറയുന്ന മാനസികാവസ്ഥയുള്ള ആളുകളെ നമ്മൾ എന്തു പറയും? അത് ആസ്വദിച്ച് നിൽക്കുകയാണ് ഈ കൂട്ടർ. രാഷ്ട്രീയം പറയാൻ പാടില്ല എന്ന് പറയുന്നവർ. കേരളീയ സമൂഹം ഇതൊക്കെ നന്നായി തിരിച്ചറിയും എന്ന് മാത്രമേ ഇപ്പം ഞാൻ പറയുന്നുള്ളൂ.